സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സുകാരുടെ 2023 ആനുവൽ എക്സാമിൻ്റെ ഹിന്ദി പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. 1.5 മണിക്കൂറാണ് പരീക്ഷാ ടൈം. ടോട്ടൽ മാർക്ക് 40 മാർക്കിനാണ്. അതുപോലെ തന്നെ 15 മിനിറ്റോളം കൂൾ ഓഫ് ടൈം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷം വന്നതെന്ന് നമുക്ക് നോക്കാം. ഇതേ മോഡലിലായിരിക്കും ഈ വർഷവും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ 9ാം ക്ലാസ്സിലെ മുഴുവൻ ചാപ്റ്ററും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ പാഠമായ പുൽബനി ദീമ, അതുപോലെ തന്നെ TV എന്ന ചാപ്റ്റർ, പക്ഷി ഔർ ദീമക് എന്ന പാഠഭാഗം, അതുപോലെ തന്നെ ഗാന്ധിജി കൈസേ ബനെ, ജിസ് ഗലി മേ രഹ്താ ഹൂം, ദീപ് ജലാവോ, തൂഫാനോं की ओर घुमा दो नाविक, നംഗേ പൈർ, സൻസാർ പുസ്തക് ഹേ, അകാൽമേം സാരസ്, മേരി മമതാമയി മാം, രാഗ് ഗൗരി. ഇത്രയും പാഠഭാഗങ്ങളാണ് നമ്മൾ ഈ വാർഷിക പരീക്ഷയ്ക്കായിട്ട് നോക്കേണ്ടത്. ഇവയെക്കുറിച്ചുള്ള മുഴുവൻ പാഠഭാഗങ്ങളുടെയും വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർ കാണുക. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യനും അവയുടെ ആൻസർ നമുക്കൊന്ന് നോക്കാം. सूचना, पक्षी और दीमक कहानी का यह अंश पढ़ें और 1 से 3 तक के प्रश्नों के उत्तर लिखें. പക്ഷി ഔർ ദീമക് എന്ന കഥയുടെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫിനെ ആസ്പദമാക്കിയിട്ട് ഉത്തരം എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നൗജവാൻ പക്ഷി കോ കിൻകാ ഷൗഖ് ദാ. നൗജവാൻ പക്ഷിക്ക് എന്തിനോടായിരുന്നു താല്പര്യം? നമുക്കറിയാവുന്നതാണ്. ഇതിൽ തേർഡ് ഓപ്ഷൻ ദീമക്കോങ്ക, ചിതലുകളെയായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത് എന്നാണ്. ആ പാരഗ്രാഫിനെ അനുസരിച്ചുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേ. മാതൃകയ്ക്ക് അനുസരിച്ച് വാക്യം പൂർത്തീകരിക്കാൻ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സെൻറ്റൻസ് നോക്കുക. യഹ് പക്ഷി ഉടുത്താഹേ എന്ന സെൻറ്റൻസ് എങ്ങനെ മാറ്റിയിട്ടുണ്ട്? യഹ് പക്ഷി ഉടുത്താധാ എന്നാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം ഇതൊരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ആദ്യത്തേത് ഉടുത്താഹേ എന്ന് പറഞ്ഞത് എന്താക്കി മാറ്റിയെന്നേ ഉള്ളൂ, ഉടുത്താധ എന്നാക്കി മാറ്റി. അപ്പം ആദ്യത്തെ സെൻറ്റൻസ് ഒരു വർത്തമാനകാല സെൻറ്റൻസും രണ്ടാമത്തേത് ഭൂതകാലമാണ്. അപ്പോൾ വർത്തമാനകാല സെൻറ്റൻസിനെ ഭൂതകാലത്തിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. നിങ്ങളൊന്നും പേടിക്കാനില്ല, ഈ ഒരു മോഡലിനനുസരിച്ച് അങ്ങ് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യഹ് ഗാഡി ചൽത്തി ഹേ എന്നാണ്. അപ്പോൾ അതെന്തായി മാറണം? യഹ് ഗാഡി അവിടെ തന്നിട്ടുണ്ട്, ചൽത്തി ഹേ എന്നുള്ളത് ചൽത്തി ധി എന്നായി മാറും. അതാണ് അവിടെ മാറ്റേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാക്യ പിരമിഡ് പൂർത്തീകരിക്കാനാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ 2 പോയിന്റ് തന്നിട്ടുമുണ്ട്. 3, 4 വരി നമ്മൾ എഴുതുക വേണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ വരി അതിനേക്കാൾ ഒരു വാക്ക് കൂടി രണ്ടാമത്തെ വരി ഉണ്ടായിട്ടുണ്ട്. അത് 2 എണ്ണം അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ വരി എഴുതുമ്പോൾ 2ാം വരിയിലുള്ള മുഴുവൻ എഴുതുകയും വേണം. ഓപ്ഷൻസിൽ നിന്ന് ഒരെണ്ണം ചേർക്കുകയും വേണം. പിന്നെ ഇത് അർത്ഥമുള്ളതായി മാറണം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻസിൽ ചൽത്തി ഹുയി എന്നുണ്ട്, നൗജവാൻ എന്നുണ്ട്. ക്വസ്റ്റ്യൻസിലെ 2 പോയിന്റുകൾ പക്ഷി ദേഖ്താ ഹേ എന്നുണ്ട്, പക്ഷി നോക്കുന്നു. പക്ഷി ബൈൽഗാഡി കോ ദേഖ്താ ഹേ, പക്ഷി കാളവണ്ടിയെ നോക്കുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷിക്ക് മുമ്പായി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കാം. നൗജവാൻ പക്ഷി ബൈൽഗാഡി കോ ദേഖ്താ ഹേ, യുവാവായ പക്ഷി കാളവണ്ടിയെ നോക്കുന്നു എന്നായില്ലേ? അപ്പോൾ 4ാം വരിയിലേക്ക് വരുമ്പോൾ നൗജവാൻ പക്ഷി ചൽത്തി ഹുയി ബൈൽഗാഡി കോ ദേഖ്താ ഹേ എന്ന് എഴുതുക. ആ യുവാവായ പക്ഷി മുന്നോട്ടേക്ക് നടന്നു വരുന്ന കാളവണ്ടിയെ നോക്കുന്നു എന്നായി മാറി. അപ്പോൾ ഇതുപോലെയുള്ള ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. നമുക്ക് അവിടെ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കി എഴുതാൻ പറ്റും. എക്സ്ട്രാ ഒരു പോയിന്റും അവിടെ ചേർക്കേണ്ടതില്ല. അടുത്ത സൂചന, മേരി മമതാമയി മാം സംസ്മരൺ കാ അംശ് പഠേം और 4 से 6 तक के प्रश्नों के उत्तर लिखें. അടുത്തത് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് ചാപ്റ്റർ ഏതാണ്? മേരി മമതാമയി മാം എന്ന് പറയുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. അത് വായിച്ചിട്ട് 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാരഗ്രാഫ് നിങ്ങൾ വായിച്ച് നോക്കുക. ഇവിടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. ഇത് സർവനാമത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ സർവനാമം എന്ന പേരിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സഹി വികൽപ്പ് ചുൻകർ ലിഖേ. ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉനോനെ എന്ന് പറയുന്ന വാക്കിനെ സ്പ്ലിറ്റ് ചെയ്താൽ അതിൻ്റെ ആദ്യത്തെ സർവനാമവും പിന്നത്തെ പ്രത്യയ ഭാഗവും ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഉനോനെ എന്നത് കറക്റ്റായി വരണമെങ്കിൽ ഇവിടുത്തെ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. വേ പ്ലസ് നെ. ഏതാണ്? വേ പ്ലസ് നെ ഉനോനെ. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻസിൻ്റെ ഘ എഴുതിയിരിക്കുന്നത് മൂന്നും സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഇവിടുത്തെ ഒരു മിസ്റ്റേക്കാണ്. വേ പ്ലസ് നെ ആണ് ഉനോനെ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, एक जिम्मेदार बेटा बनो और अपनी मां को भूखो मत मारो. ഒരു ഉത്തരവാദിത്തമുള്ള മകനായി മാറണം, തൻ്റെ അമ്മയെ നീ പട്ടിണി കിട്ടി കൊല്ലരുത്. ബഡേ ഭായിനെ കലാം സെ ഐസെ ക്യോം കഹാ. എന്തുകൊണ്ടാണ് ആ മൂത്ത സഹോദരൻ നമ്മുടെ കലാമിനോട് ഇപ്രകാരം പറഞ്ഞത്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കത് പാഠഭാഗം അറിയുന്നൊരു കുട്ടിക്ക് ഇത് എഴുതാൻ പറ്റും. ഇതിനും പ്രയാസമുള്ളവർ ഈ പാരഗ്രാഫ് നോക്കിയിട്ട് അതിൽ നിന്ന് ഉത്തരം എടുത്തെഴുതാനും പറ്റും കേട്ടോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്ന് ഒരിക്കലും വിട്ട് കളയരുത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫിൽ കുറച്ചെങ്കിലും ഉത്തരം അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാത്തവർ, അർത്ഥം അറിയുന്നവർ അതിനനുസരിച്ച് ചെയ്യാം. ഇവിടെ എന്താണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് നമുക്കറിയാം. അബി ഉൻകെ പരിവാർക്കി പരിസ്ഥിതി ടേക്ക് നഹീദി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ നല്ലതായിരുന്നില്ല. അപ്പനെ ജിമ്മേദാർ ബേട്ടെ സെ വിശേഷ മമത ഹോനെ സെ മാംനെ ഖുദ് ഭൂക്കി രഹ്കർ ഹി കലാം കോ റോട്ടി ദേത്തി ജാ രഹി തി. തൻ്റെ മകൻ്റെ ഉത്തരവാദിത്വം കണ്ടിട്ട് സ്നേഹത്തോടെ അമ്മ തൻ്റെ ഭക്ഷണത്തിൻ്റെ പങ്ക് പോലും കലാമിന് കൊടുത്തുകൊണ്ടിരുന്നു. ഇസലിയെ, അതുകൊണ്ട് ഭായിനെ കഹാക്കി, സഹോദരൻ പറഞ്ഞു, കലാം ഇതുകൂടി മനസ്സിലാക്കണം. മാംനെ ഖാന ഖായാ ഹെ കി നഹി. അമ്മ ഭക്ഷണം കഴിക്കാറില്ല, അമ്മയുടെ പങ്കാണ് നിനക്ക് തന്നുകൊണ്ടിരുന്നത് എന്ന്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഭായിക്ക് ബാത്തോങ്കോ സുൻകർ കലാംകോ സിഹ്റൻ കി അനുഭൂതി ഹുയി. ഭായിയുടെ, സഹോദരൻ്റെ ഈ സംസാരം കേട്ടിട്ട് കലാമിന് വിറയൽ അനുഭവപ്പെട്ടു. ഉസ്നെ അപ്പനെ വിചാർ ഡയറി മേ ലിഖെ. അതിനെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം ഡയറിയിൽ എഴുതി. കലാംക്ക് ഡയറി കൽപ്പന കർക്കെ ലിഖെ. കലാമിൻ്റെ അന്നത്തെ ദിവസത്തെ ഡയറി എഴുതുക. അഥവാ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഓർ ക്വസ്റ്റ്യൻ ആണ്. അഥവാ എന്ന് പറഞ്ഞാൽ ഓർ, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. ബഡേബായിനെ കലാം കോ ഏകാന്തമേ ബുലാക്കർ ഡാണ്ട. മൂത്ത സഹോദരൻ കലാമിനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് വഴക്കു പറഞ്ഞു. കലാമിനെ ഈസ് ഘടനാക്ക് ബാരേമേ ബദാത്തെ ഹുയെ. കലാം ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മിത്രക്കോ പത്ര ലിഖ, തൻ്റെ കൂട്ടുകാരനൊരു കത്തെഴുതി. കലാം കാ പത്ര കൽപ്പന കർക്കെ ലിഖ. കലാമിൻ്റെ ലെറ്റർ നിങ്ങളോട് കൽപ്പനയ്ക്ക് അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ ഡയറി എഴുതുക, അല്ലെങ്കിൽ പത്രം എഴുതുക. ഇതിലെ തീം എന്ന് പറയുന്ന, സന്ദർഭം എന്ന് പറയുന്നത് രണ്ടും സെയിം സമയമാണ്. സഹോദരൻ വഴക്കു പറഞ്ഞ ദിവസത്തെ ഒന്നെങ്കിൽ ഡയറി അല്ലെങ്കിൽ പത്രം. അപ്പോൾ രണ്ടിനും 2 മോഡലാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഡയറി ഒന്ന് നോക്കാം. അപ്പോൾ ഡയറിക്ക് ആദ്യം നമ്മൾ ദിനും താരീഖും എഴുതണം, ദിവസവും ഡേറ്റും എഴുതണം. അത് ദിവസമായിട്ടും ഡേറ്റായിട്ടും നമുക്ക് എഴുതാം. ഇപ്പോൾ 2020 മാർച്ച് 12 ബുധവാർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ താരീഖ് എന്ന് പറഞ്ഞിട്ടും കൊടുക്കാം. आज का दिन मैं कभी भूल नहीं सकता. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഹം ഭായി ബഹൻ ഗാനെ ബൈട്ടെ. ഞങ്ങൾ സഹോദരി സഹോദരന്മാർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. മാ മുച്ചെ റോട്ടി ദാ ജാ രഹീദി. അമ്മ എനിക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മേം ഖാ രഹാദ. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാദ് മേം പതാ ചലാക്കി. അവസാനം എനിക്ക് അറിയാൻ കഴിഞ്ഞു. വേ റോട്ടിയ മാം കെ ഹിസ്സെ കേദേ. ഞാൻ ഭക്ഷിച്ച റൊട്ടികളെല്ലാം അമ്മയുടെ പങ്കായിരുന്നു. യഹി ജാൻകർ. ഇതറിഞ്ഞപ്പോൾ മുജെ സിഹ്റൻ കി അനുഭൂതി ഹുയി. എനിക്ക് വല്ലാത്ത വിറയലിൻ്റെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ വിഷമമായി. മേ അപ്പനെ ആപ്കോ രോക്കി നഹി സക. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൗഡ്കർ മാം കെ പാസ് ഗയ. ഞാൻ ഓടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഭാവാവേഷ്മി ഉൻസെ ലിപ്പട്ട് ഗയ. അമ്മയെ ചേർത്ത് പിടിച്ചോ. മാൻസെ ക്ഷമ മാങ്കി. അമ്മയോട് ക്ഷമ ചോദിച്ചു. ലേക്കിൻ എന്നാൽ മാംനെ സ്വാന്തനാദി. അമ്മ എന്നെ സ്വാന്തനിപ്പിച്ചു. സച്ച് ഹേ ഏ ജിമ്മേദാരി ബേട്ടാ കാ കർമ്മ നഹി ഹേ. സത്യമാണ്, ഇത് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മകൻ്റെ ജോലിയല്ല ഈ അമ്മയുടെ ഭക്ഷണം പോലും കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കലാമിൻ്റെ അന്നത്തെ ദിവസത്തെ ഡയറിയാണ് ഇവിടെ കൊടുത്തത്. ഇനി നമുക്ക് പത്രം നോക്കാം. അപ്പോൾ പത്രം എഴുതുമ്പം നമ്മൾ സ്ഥാന് താരീഖ്, സ്ഥലപ്പേരും ഡേറ്റുമാണ് എഴുതേണ്ടത്. എന്നിട്ട് അഭിസംബോധന ചെയ്യണം. പ്രിയമിത്ര, പ്രിയപ്പെട്ട കൂട്ടുകാരാ. തും കൈസേ ഹോ. എന്തൊക്കെയുണ്ട് വിശേഷം? കുശൽ ഹോന. അസുഖമല്ലേ? മേ ഹാ ടീക്കുഹും. ഞാനിവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു. തുമാരി കോയി ഖബർ നഹി കുച്ച് ദിനോ സേ.
കുറച്ച് നാളുകളായി നിന്റെ വിവരങ്ങളൊന്നുമില്ലല്ലോ. ഏക്ക് ഖാസ് ബാത്ത് ബതാനെ കെ ലിയെ മേ ഏഹ് പത്ര ഭേജ് രഹാ ഹൂം. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കത്ത് എഴുതുന്നത്. ആജ് ഏക്ക് വിശേഷ ഘടന ഹുയി. ഇന്നൊരു വിശേഷപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. ഹം ഭായി ബഹൻ ഗാനെ ബൈട്ടെ. ഞങ്ങൾ സഹോദരന്മാർ ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു. മാ മുझे റോട്ടി ദേ ജാ രഹി തി. അമ്മ എനിക്ക് ഫുഡ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ റൊട്ടി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മേ ഖാ രഹാ താ. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാദ് മേ പതാ ചലാക്കി. അവസാനം എനിക്ക് അറിയാൻ കഴിഞ്ഞു, വേ റൊട്ടിയ. ഞാൻ കഴിച്ച റൊട്ടികളെല്ലാം മാം കെ ഹിസ്സെ കേതെ. അമ്മയുടെ ഭാഗമായിരുന്നു. അമ്മ കഴിക്കാനുണ്ടായിരുന്ന പങ്കാണ് എനിക്ക് തന്നതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. യഹ് ജാൻകർ മുझे സിഹ്റൻ കി അനുഭൂതി ഹുയി. ഇതറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് വല്ലാത്ത വിഷമമായി. മേ അപ്പിനെ ആപ്കോ രോക്ക് നഹി സക. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നില്ല. ദൗഡ്കർ മാങ്കെ പാസ് ഗയെ. ഞാൻ ഓടി അമ്മയുടെ അടുത്ത് ചെന്നു. ഭാവാവേശമേ ഉസ്നെ ലിപ്പട്ട് ഗയി. അമ്മയെ ചേർത്ത് പിടിച്ചു. മാംസെ ക്ഷമ മങ്കി. അമ്മയോട് ക്ഷമ യാചിച്ചു. ലേക്കിൻ മാമിനെ സ്വാന്തന ദി. എന്നാൽ അമ്മ എന്നെ സ്വാന്തനിപ്പിച്ചു. മാം സച്ച് മേ ഭഗവാൻ കി സുന്ദർ രചന ഹെ. അമ്മ യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ ഒരു സുന്ദരമായ രചനയാണ്. വഹൻ തുമാരി പഠായി കൈസെ ചൽ രഹി ഹെ. നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? തും കബ് യഹാം ആവോഗെ. നീ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരിക? തുമാരെ പരിവാർ വാലോം സെ മേരാ പ്രണാം ഗഹന. നിന്റെ കുടുംബക്കാരോട്, വീട്ടിലുള്ളവരോട് എൻ്റെ അന്വേഷണം പറയുക. ജവാബ് പത്രയ്ക്ക് പ്രതീക്ഷാമേ. മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. തുമാരാ മിത്ര. നിന്റെ കൂട്ടുകാരൻ. ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ, നാം എന്ന് പറഞ്ഞാൽ പേര്. അപ്പോൾ എഴുതുന്ന ആളുടെ അഡ്രസ്സാണ് ഈ സൈഡിൽ. എന്നാൽ ലെഫ്റ്റ് സൈഡിൽ സേവാമേ ടു അഡ്രസ്സാണ്. നാമ് പേര്, പഥ അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് ലെറ്റർ എഴുതേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെ തന്നെ ലെറ്റർ ആയിട്ടും ഡയറി ആയിട്ടും എഴുതുന്ന ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയുള്ള പരീക്ഷയിൽ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സൂചന നംഗെ പർ കഹാനി കാ ഹംശ് പഠേം और प्रश्न 7 से 8 तक के उत्तर लिखिए. നംഗെ പേർ എന്ന കഥയുടെ ഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് 7 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ധീമി ആവാസ് മേ വിശേഷൻ ശബ്ദ് കോൺസാ ഹെ. ഇവിടെ 2 വാക്ക് കൊടുത്തിട്ടുണ്ടല്ലേ. ധീമി ആവാസ് എന്ന വാക്കിലെ വിശേഷണ പദം ഏതെന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2 വാക്ക് ഇതുപോലെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ വാക്ക് ഉത്തരമായിരിക്കും എപ്പോഴും. പതിഞ്ഞ ശബ്ദം എന്ന് പറഞ്ഞ ശബ്ദത്തെ എങ്ങനെയാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ധീമി എന്ന്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ധീമി. ഇനി വിശേഷണ ശബ്ദം മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. 4ഓളം ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് വിശേഷണ ശബ്ദം തിരഞ്ഞെടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രയാണ്. വിശേഷണ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ സ്ഥലത്തെയോ ഒക്കെ വിശേഷിപ്പിക്കുന്ന പദമാണ്. എന്ന് പറയുമ്പോൾ ആളുകളുടെ പേര്, സ്ഥലത്തിൻ്റെ പേര്, വസ്തുക്കളുടെ പേര് ഒരിക്കലും വിശേഷണ ശബ്ദമായിട്ട് വരില്ല. വെളുത്ത, കറുത്ത, വലിയ, ചെറിയ എന്ന് പറയും, മുഴുവൻ എന്നൊക്കെ പറയുന്ന വാക്കുകളായിരിക്കും വിശേഷണ ശബ്ദമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. 8ാമത്തെ ക്വസ്റ്റ്യൻ. പ്രസ്തുത പ്രസംഗಕ್ಕೆ ആധാർ പർ പട്കഥാ കാ ഏക ദൃശ്യ ലിഖേം. പട്കഥ തിരക്കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. TV എന്ന പാഠഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊരു പട്കഥ പാഠഭാഗമാണ്. എങ്ങനെയാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുക നമ്മൾ കണ്ടതാണ്. സീൻ ഏക്ക് എന്നൊക്കെ പറഞ്ഞ് കഥാപാത്രങ്ങളെക്കുറിച്ചും അവയുടെ വേഷവിധാനങ്ങളെക്കുറിച്ചും ടൈമും ഒക്കെ കൊടുത്തിട്ടല്ലേ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന നംഗെ പർ കഹാനിയുടെ ഈ ഭാഗത്തിൽ ഇതിനെ വെച്ചുകൊണ്ട് പട്കഥ എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. പട്കഥയ്ക്ക് നമ്മൾ സീൻ ഏക്കെന്ന് മുകളിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്ഥാന് ഏതാണ് സ്ഥലം എന്നുള്ളത് കൊടുക്കണം. ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് ബേബി കെ ഗർ കാ കമര. ബേബിയുടെ വീട്ടിലെ ഒരു റൂമായിരുന്നു. സമയ ഷാം കാ സമയം ഒരു വൈകുന്നേര സമയമായിരുന്നു. പാത്ര ഇവിടുത്തെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? 1ാമത്തെ ആൾ ബേബി. അവൾക്ക് 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. 10 സാൽ കി ലഡ്കി ഫ്രോക്ക് പഹനി ഹെ. അവളുടെ വയസ്സും അവളുടെ വേഷവിധാനം അവിടെ കൊടുത്തിട്ടുണ്ട്. 10 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവൾ ഫ്രോക്ക് ധരിച്ചിരിക്കുന്നു. അതുപോലെ 2ാമത്തെ ആൾ ഹരീബ മോച്ചി. ഇവിടെ ചെരുപ്പൂത്തിയായ ഹരീബ. 40 സാൽ കാ ആദ്മി 40 വയസ്സുള്ള ഒരു മനുഷ്യൻ. കുർത്ത അവർ പത്ലൂൻ പഹൻതാ ഹെ. കുർത്തയും പാൻറ്റും ധരിച്ചിട്ടുണ്ട്. ഇനി അവരുടെ വേഷവിധാനം കൊടുത്തു, വയസ്സ് കൊടുത്തിട്ടുണ്ട്, സമയം കൊടുത്തിട്ടുണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഘടന എഴുതണം. ഘടനാക്ക വിവരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ ദൃശ്യത്തിൽ കാണുന്നതെന്നാണ്. മോച്ചിക്കോ തേക്കിനെ പർ ബേബി ഉസേ പാസ് ബുലാത്തി ഹെ ദോനോ ആപ്പസ്മേം ബാത്തേം കർണേ ലിഖ്താ ഹെ. മോച്ചിയെ കണ്ടപാടെ ബേബി അവളെ അയാളുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് 2 പേരും തമ്മിൽ സംസാരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഘടന. ഇനി ഇവിടെ കോൺവെർസേഷനാണ് വരേണ്ടത്. സംവാദം എന്നാണ് പറയുക. ബേബിയും മോച്ചിയും തമ്മിലുള്ള കോൺവെർസേഷൻ. അത് നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ എടുത്തെഴുതാൻ കിട്ടും. അവർ സംസാരിക്കുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ബേബി ഹരീബ
യഹാം ആവോ ഹരീബ ഇവിടെ വരൂ. മോച്ചി ക്യാ ഹെ ബേട്ടി എന്താ മോളെ? ബേബി യഹ് ലോ 5 റുപ്യേ മുജെ എനിക്ക് ജൂത്തേ ബനാദോ. ഇതെടുത്തോളൂ ഈ 5 രൂപ, എനിക്ക് ഇതിന് ചെരുപ്പുണ്ടാക്കി തരണം. മോച്ചി ബനാദൂങ്കാ ബേട്ടി നാപ്പ് ലേലൂ. ഞാൻ ഉണ്ടാക്കി തരാം മോളെ, അളവൊന്ന് എടുക്കട്ടെ. ബേബി അരെ മേരെ പൈർക്കാ നഹീം. അല്ലയോ എൻ്റെ കാലിനല്ല. മോച്ചി ഫിർ കിസ് ഖേലിയേ ഹെ ബേട്ടി, പിന്നെ ആർക്ക് വേണ്ടിയാ മോളെ? ബേബി യഹ് മേം നഹീം ബതാ സക്ത, അത് ഞാനിപ്പോൾ പറയില്ല. 2 ദിൻ കെ ബാദ് ആവോ മേം നാപ്പ് ദൂങ്കി, 2 ദിവസങ്ങൾക്ക് ശേഷം വരൂ, ഞാൻ അളവ് തരാം. മോച്ചി ടീക്ക് ഹെ ബേബി, ടീക്ക് ഹെ ബേട്ടി. ശരി മോളെ. മോച്ചി ചലാ ജാത്താ ഹെ. ബേബി നാപ്പ് ദേനെ കെ ബാരെ മേ സോച്ചത്തി രഹത്തി ഹെ. മോച്ചി തിരിച്ചു പോകുന്നു. ബേബി അളവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ഭാഗത്തിൻ്റെ പട്കഥ എന്ന് പറയുന്നത്. അപ്പോൾ പട്കഥയ്ക്ക് സ്ഥാന്, സമയം, പാത്ര വേണം, വേഷഭൂഷ, ആയു വേണം, ഘടന വേണം, അതുപോലെ തന്നെ സംവാദ്, കഥാപാത്രങ്ങളുടെ ഡയലോഗുകളും ഉണ്ടാവണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പട്കഥ തയ്യാറാക്കുക. തന്നിരിക്കുന്ന പാരഗ്രാഫിനെ ബേസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അവിടെ തന്നെ കോൺവെർസേഷനിലെ സെൻറ്റൻസുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പലപ്പോഴും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വരാറുള്ളത്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് ദീപ് ജലാവോ കവിതാക്കി യെ പങ്ക്തിയാം പഠേം और प्रश्न 9 से 10 तक के उत्तर लिखें. ദീപ് ജലാവോ എന്ന കവിതയുടെ ഭാഗം വായിച്ച് താഴെ തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ജീവൻ മേ ഇസ്മേ കിസ്കോ ചോടനാ ഹേ. ജീവിതത്തിൽ നമ്മൾ എന്തിനെയാണ് ഇവിടെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞത്? ന്യായ്ക്കോ, ദ്വേഷക്കോ, പ്യാർക്കോ, മിത്രതാക്കോ. ഏതാണ് സെക്കൻഡ് ഓപ്ഷൻ? ദ്വേഷ്, വെറുപ്പിനെയാണ് നമ്മൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. യഹ് ആശയവാലി പങ്ക്തിയാം കവിതാംശ സെ ചുൻകർ ലിഖേ. ഒരു 2 വരികളുടെ ആശയം അവിടെ തന്നിട്ടുണ്ട്, 2 മാർക്കാണ്. അത് നോക്കിക്കൊണ്ട് അതിൻ്റെ വരി കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന 4 വരികളിൽ നിന്നും വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കും. ഇതിൽ പറയുന്ന വേർഡ്സ് വരുന്ന ഭാഗത്ത് അതിൻ്റെ ആൻസർ ഉണ്ടാവും. ഹമേ കദം കദം പർ ഗ്രഹക്കോ പ്രകാശമായി ഏവം ഐശ്വര്യപൂർണ്ണ ബനാനാ ഹെ. നമ്മുടെ ഓരോ കാലടിയും വീടുകളെ പ്രകാശമയമാക്കുന്ന ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളതായി മാറണം എന്ന് വരുന്ന വരി ഇവിടെ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന വരികളിൽ ഇതിൻ്റെ ഉത്തരമുണ്ട്. ഇതിൻ്റെ ഉത്തരം ഇതാണ്. ചരൺ ചരൺ ചൽ ഗൃഹ കർ ഉജ്ജ്വൽ ഗൃഹ ഗൃഹ കി ലക്ഷ്മി മുസ്കാവോ. അതാ വരികളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വേർഡ്സ് വരുന്ന ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം വളരെ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇത് വലിയ ഒരു വീഡിയോ ആകും, മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ബാക്കി തൊട്ടടുത്ത വീഡിയോയിൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയും വേഗം നോക്കുക.